ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല ബോണ്ട ചെയ്തെടുത്താലോ? ഇത് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ഇതിന്റെ ബാറ്ററാണ് റെഡിയാക്കി വെക്കുന്നത്. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 5 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ബോണ്ട വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇതിന്റെ അളവിലൊക്കെ മാറ്റം വരുത്തി കൊടുക്കണേ. പിന്നെ ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കടലപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണിനേക്കാളും കുറവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കുറവ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കുറച്ചായി ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഞാനിവിടെ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇതൊരു സ്പൂണിൽ ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇതുപോലെയാണ് വേണ്ടത്. പിന്നെ നമ്മൾ ഇതിൽ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളി ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാനിത് ആദ്യം തന്നെ മിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ നമുക്ക് മസാല ചെയ്തെടുക്കാൻ വേണ്ടി ഇവിടെ സവാള വേണം. ഞാനിവിടെ 2 സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് എടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും 2 അല്ലി വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നല്ലത്. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മല്ലിയില ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തതാണ്. എന്നിട്ട് ഇതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 4 വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. നമുക്കിനി ഇത് മാറ്റി വെച്ച് കൊടുക്കാം. പിന്നെ മസാല ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നാൽ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള മുഴുവനായിട്ടും ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്തൊക്കെ സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഉള്ളത്. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സവാളയൊക്കെ വഴറ്റിയെടുക്കാൻ പറ്റും. സവാളയൊക്കെ നല്ല രീതിക്കൊന്ന് സോഫ്റ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിൽ വെളിച്ചെണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ ഇതിനധികം കളർ തോന്നില്ലെങ്കിലും നേരിട്ട് നല്ല കളറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കുറവ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങില്ലേ അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് നല്ലപോലെ കുക്കാവണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഉടച്ചിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം അധികമൊന്നും ചേർത്ത് കൊടുക്കരുത്, വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. എന്നിട്ട് ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതാ ഞാനിവിടെ ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഒന്നുകൂടെ ഉടച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ലാസ്റ്റ് ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മസാല ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ മസാലയുടെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. ഇത് നമ്മുടെ മസാലയുടെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. ഞാനിത് അധികം വലുതാക്കിയിട്ടൊന്നും ചെയ്തെടുക്കുന്നില്ല. ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ വലുപ്പം വേണ്ടത് അതിനനുസരിച്ച് ചെയ്തെടുക്കാം. ഇതെല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. 15 എണ്ണം കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ബോണ്ട ചെയ്തെടുക്കാം. ബാറ്ററും മസാലയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാനിത് ഓയിലാണ് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഓയിൽ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ബോണ്ട ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ മസാല ബോൾസ് ആക്കി വെച്ചിട്ടില്ലേ അത് മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ സ്പൂണ് കൊണ്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഇതിന്റെ ഷേപ്പിന്റെ കാര്യമൊന്നും ശ്രദ്ധിക്കുകയൊന്നും വേണ്ട. അതെന്തായാലും ബോണ്ടയുടെ ഷേപ്പിൽ തന്നെ കിട്ടും. ഞാൻ രണ്ടാമത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ 2 എണ്ണം വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്. നമ്മൾ ഇതുപോലെ 2 എണ്ണം ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ ഇത് രണ്ടും ഒരുമിച്ച് ഒട്ടിപ്പിടിച്ചെന്ന് വിചാരിച്ചിട്ട് മാറ്റിയെടുക്കാനൊന്നും നോക്കണ്ട. അതൊന്ന് കുക്കായി വരുമ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടും. പിന്നെ നമുക്കിതിന്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് കോരി മാറ്റി വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്.
രണ്ടാമത് ചെയ്തെടുക്കുമ്പോൾ ഞാൻ 3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ ഇതിൻ്റെ കളറും ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ മാറ്റി വെച്ച് കൊടുക്കാം. പിന്നെ നമ്മളിത് ചെയ്ത് കൊടുക്കുമ്പോൾ ഓയിലിൻ്റെ ചൂട് ശ്രദ്ധിക്കണം. നല്ല ചൂടുണ്ടാവണം, എന്നാലേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എണ്ണ നല്ലോണം ചൂടായിട്ടില്ലെങ്കിൽ ബോണ്ടയിൽ എണ്ണ കുടിക്കും. അതുകൊണ്ട് എണ്ണയുടെ ചൂട് എപ്പോഴും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണേ. എണ്ണ ഓവറായിട്ട് ചൂടാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഒന്ന് മീഡിയത്തിലേക്ക് വെച്ച് കൊടുത്താൽ മതിയാവും. ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട്. ഇതാ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ബോണ്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആട്ടോ. ഈ മസാല ബോണ്ടയൊക്കെ ചൂടോടെ കഴിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് കഴിക്കുന്നതാട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.